ഒരു 10 ഇൻസ്റ്റൻറ്റ് പിസയ്ക്ക് ഓർഡർ വന്നപ്പോഴുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. ഇതിനു മുന്നായിട്ട് നമുക്ക് അതിന് വേണ്ടിയുള്ള ഫില്ലിങ്സും ടോപ്പിങ്സും എല്ലാം റെഡിയാക്കി വെക്കണം. ചിക്കൻ പിസയാണ് കേട്ടോ. ചിക്കനൊക്കെ ഒരു ഷാലോ ഫ്രൈ ഒക്കെ ചെയ്തെടുത്ത് ജസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ റെഡിമെയ്ഡ് ബേസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളി ബേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും നമുക്ക് കിട്ടാറുണ്ട്. ഇതിലുള്ളൊരു രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബേസ് ഉണ്ടാക്കി തന്ന ആൾക്കാർക്ക് തന്നെയായിരുന്നു നമുക്ക് ഈ പിസ്സ സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നതും. കുറച്ച് റേറ്റ് കുറഞ്ഞ പിസ്സ തന്നെയായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നതും. അതുകൊണ്ട് തന്നെ നമ്മൾ പിസ്സ സോസ് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, റെഡിമെയ്ഡ് സോസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള സോസ് അത്യാവശ്യം നല്ല ടേസ്റ്റ് വരുന്ന ഒരു സോസും കൂടിയാണ്. പിസ്സ ബേസുകളിലെല്ലാം നമ്മൾ നന്നായിട്ട് സോസൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സോസ് തന്നെയാണിത്. പിന്നെ ഇത് മീഡിയം സൈസ് പിസ്സ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി പിസ്സ സോസ് നമുക്കിതിൽ ആവശ്യം വരുന്നുണ്ട്. നമ്മൾ പിസ്സ ടോപ്പിങ്സ് ആയിട്ട് ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ക്യാപ്സിക്കം, സവാള, അതുപോലെ നല്ല ചിക്കൻ പീസസും നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 1 മണിക്കൂർ കൊണ്ട് നമ്മൾ സെറ്റാക്കി കൊടുത്തതാണ് കേട്ടോ. 1 മണിക്കൂർ മീൻസ് ബേസ് വാങ്ങി വന്ന് പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ ഓവനൊക്കെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ എനിക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് ഇതെല്ലാം ഒരുമിച്ച് ബേക്ക് ചെയ്തെടുക്കാനുള്ള ഒരു ഓവൻ സെറ്റപ്പ് കയ്യിൽ. ടോപ്പിങ്സ് ഒക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്ലൈസ്ഡ് മൊസറല്ല ചീസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ടുള്ളതാണ്. കാണുമ്പം ക്വാണ്ടിറ്റി കുറവാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഇതിലുണ്ടായിരുന്നേ. ഇതിന് മുകളിലായിട്ട് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ഇടുന്ന കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിക്കാൻ പാടില്ല. പിസ്സയുടെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഒറിഗാനോ ഇടുമ്പോൾ തന്നെയാണ്. അതിനിടയിൽ നമ്മൾ മറന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഒലീവ്സ് ഇട്ട് കൊടുക്കാൻ. ഒലീവ്സും ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ടോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം 10 മിനിറ്റ് മാത്രം പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ബേസ് വെച്ച് ചെയ്യുന്ന പിസ്സയ്ക്ക് മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ കുറച്ചുകൂടി സമയം നമുക്ക് വേണ്ടി വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പിസ്സ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കാറ് ഞാൻ. ഇനി ഇത് പിസ്സ ബോക്സിലേക്ക് മാറ്റുന്നതോടൊപ്പം കുറച്ചുകൂടി ഒറിഗാനോ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ കവർ ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മളെ റെഡിമെയ്ഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതാ ഇത്രയും പിസ്സകൾ ഒരേ സമയം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളിത് കസ്റ്റമറുടെ കയ്യിൽ എത്തിച്ചും ചെയ്തിട്ടുണ്ട്. നല്ല ഫീഡ്ബാക്കും കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ ചാനലൊന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.